കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ സിപി അനുഭാവി മരിച്ചിരിക്കുന്നു. ചികിത്സയിലിരിക്കെ ആണ് ഷെറിൻ മരിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, പറയൂ. കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഷെറിനാണ് മരിച്ചത്. അല്പം മുമ്പ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ഷെറിന്. അല്പം മുമ്പ് മരണം സംഭവിച്ചു. 35 വയസ്സാണ് പ്രായം. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സ്ഫോടനം നടന്നത്. ഈ പാനൂരിൽ ആളൊഴിഞ്ഞ വീട്ടിൽ അതിൻ്റെ ടെറസിന് മുകളിൽ ബോംബ് നിർമ്മാണം നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ സ്ഫോടനം നടന്നത്. 4 പേർക്ക് പരിക്കേറ്റു. 4 പേരും CPM അനുഭാവികളാണ്. ഇതിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒരാൾ വിനീഷ്, ഒരാൾ ഷെറിൻ. ഈ 2 പേരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് ഇപ്പോൾ ഷെറിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. വിനീഷ് വെന്റിലേറ്ററിലാണ്. ബാക്കി 2 പേർ ഈ 2 പേർ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ഏതായാലും BJP ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനൊരു ശ്രമം CPM നടത്തുന്നു. അതുകൊണ്ട് കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നതാണ് BJP ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രമസമാധാന അന്തരീക്ഷം, പ്രത്യേകിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പാനൂരിൽ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനൊരു നീക്കം CPM നടത്തുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. പ്രതികരണം ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ ഫെലിക്സ്? പ്രത്യേക സാഹചര്യം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത്. ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അക്കാര്യം അന്വേഷിച്ച് അക്കാര്യത്തിലൊരു പ്രതികരണം നടത്താമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ പരിക്കേറ്റ 4 പേരും CPM അനുഭാവികളാണ്. അതിൽ വിനീഷ് ഇപ്പോൾ പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കോഴിക്കോട് ചികിത്സയിലുള്ള വിനീഷ് പാനൂരിലെ CPMന്റെ പ്രാദേശിക നേതാവിൻ്റെ മകനുമാണ്. ഏതായാലും പോലീസ് DIG അടക്കം കണ്ണൂർ DIG അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അവർ വ്യക്തമാക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇതിൽ പരിക്കേറ്റ ഒരാളുടെ കൈവിരൽ ഏതാണ്ട് 30 മീറ്ററിന് അപ്പുറത്തേക്ക് തെറിച്ചു പോയി എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.